ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ജോഹന്നാസ്ബർഗിലെ സർവകലാശാല. ആ സർവകലാശാലയുടെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്: നിങ്ങൾക്കൊരു രാജ്യത്തെ തകർക്കണമെങ്കിൽ സ്കഡ് മിസൈൽ ആവശ്യമില്ല, നിങ്ങൾക്കൊരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ആറ്റം ബോംബും വേണ്ട, ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർത്താൽ മതി, ആ രാജ്യത്തെ യോഗ്യതാ പരീക്ഷകളും മത്സര പരീക്ഷകളും തകർത്താൽ ആ രാജ്യം പടിയെ പടിയെ തനിയെ തകർന്നുകൊള്ളും. നമുക്കറിയാം, നീറ്റ് പരീക്ഷ അത് MBBS, അതുപോലെ BDS, നേഴ്സിംഗ്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പരീക്ഷകളെല്ലാം തകർത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഭാവിയിൽ വരുന്ന ഡോക്ടർമാരാൽ ഈ രാജ്യത്തിന്റെ ആരോഗ്യ മേഖല തകരും. അങ്ങനെ വിജയിച്ചു വരുന്ന എഞ്ചിനീയർമാരെ കൊണ്ട് ഈ രാജ്യത്തിന്റെ നിർമ്മാണ മേഖല തകരും. അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന പരീക്ഷയിൽ ജയിച്ചു വരുന്നത് വരെ കൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരപ്പെടും. എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമാകും. ഈ രാജ്യം തന്നെ പടിപടിയായി ഇല്ലാതാകും. ഇത്തരത്തിൽ നമ്മുടെ എല്ലാ മത്സര പരീക്ഷകളും യോഗ്യതാ പരീക്ഷകളും ഗവൺമെന്റ് സ്പോൺസർ ചെയ്തുകൊണ്ട് തകർക്കുന്നത് നാം കാണുകയാണ്. അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ആ പ്രതിഷേധങ്ങളെ ജലപീരങ്കിയും ഇലക്ട്രിക് തോക്കുകളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നത് നാം കാണുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അഭിവാദ്യ പ്രസംഗത്തിലുമെല്ലാം വളരെ വിശദമായി തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രതിഷേധം, വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം, അവ പിന്തുണ കൊടുത്തുകൊണ്ട് യുവജനങ്ങൾ രംഗത്ത് വരുന്നു. എന്നിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. ഏറ്റവും മാന്യമായിട്ടുള്ള 2 മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ട് വച്ചത്. ഒന്ന്, ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. 2, ഈ പരീക്ഷാ തട്ടിപ്പിന്റെ ഭാഗമായി കഷ്ടപ്പെട്ടു പഠിച്ച് അവസാനം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന വിദ്യാർത്ഥിനികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. യുവജനങ്ങൾ ആ സമരത്തിന് പിന്തുണ കൊടുക്കുന്നത്. ആ സമര മുദ്രാവാക്യങ്ങളോട് കണ്ടില്ലെന്ന് നടിക്കുന്നു, കേട്ടില്ലെന്ന് നടിക്കുന്നു, ഒരു ചർച്ച നടത്താൻ തയ്യാറല്ല. ആ സമര മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യാൻ പോലും ഭരണാധികാരികൾ തയ്യാറല്ല. എന്നിട്ടോ തല്ലി തകർക്കുന്നു, അടിച്ചു തകർക്കുന്നു, ആ സമരകേന്ദ്രം തകർക്കുന്നു. ഒരു മാധ്യമങ്ങൾ പോലും യഥാർത്ഥ വസ്തുത റിപ്പോർട്ട് ചെയ്യാതെ ആ സമരങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി മാറുന്നത് നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമുക്കറിയാം, സത്യാഗ്രഹ സമരവും നിരാഹാര സമരവുമെല്ലാം നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിന് ദിശാബോധം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ സമരമായിരുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരവും നിരാഹാര സമരവുമെല്ലാം. സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ ആ സമരം കണ്ടിട്ടുണ്ട്. 1952 ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി ശ്രീരാമലുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സത്യാഗ്രഹ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് അടക്കം കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന രാജ്യമാണ് നമ്മുടേത്. അതിനുശേഷം എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടു. ആ സമര മുദ്രാവാക്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു പരിഹരിക്കുവാനും ഇടപെടൽ നടത്തുവാനും ഭരണാധികാരികൾ തയ്യാറായപ്പോഴുമെല്ലാം ജനാധിപത്യത്തിന്റെ മനോഹാരിത നമ്മൾ നിരവധി കണ്ടതാണ്. അങ്ങനെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും ആളിപ്പടർന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള സമരങ്ങളെയും വേണ്ടത്ര ഗൗരവത്തോടെ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കത്തോടെ നോക്കിക്കാണുവാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളുടെ നയങ്ങൾ തെറ്റാണ്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും നീ രാജ്യദ്രോഹി, നീ രാജ്യദ്രോഹി, നീ ഖാലിസ്ഥാൻവാദി, നീ പാകിസ്ഥാൻവാദി, നീ അർബൻ നക്സലൈറ്റ് എന്ന് പറഞ്ഞ് ആ സമരങ്ങൾ ഉയർത്തുന്നവരെ, സംശയങ്ങൾ ചോദിക്കുന്നവരെ, ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുന്നവരെ തല്ലിത്തകർക്കുവാൻ, അവരെ വിചാരണ പോലുമില്ലാതെ ജയിലിലടയ്ക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന ഭരണകൂടത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമരം ഏറ്റവും ന്യായമായ സമരമാണ്. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നം ആദ്യം പരീക്ഷ തകർക്കുന്ന, നീറ്റ് പരീക്ഷയെ തകർക്കുന്ന വിഷയത്തിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചതെങ്കിൽ ഇന്ന് രാജ്യം അഭിമുഖീകരിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലേക്കും കൂടുതൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, യുവജനങ്ങളെ പാറ്റയോടെയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉപമിച്ചത്. അങ്ങ് തട്ടിപ്പറിച്ചു തിന്നുന്നവർ എന്ന് യുവജനങ്ങളെ വിളിക്കുമ്പോൾ ആ യുവജനങ്ങൾ നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ കാരണം അന്വേഷിക്കാൻ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം, യുവജനങ്ങൾ തൊഴിൽ സ്വപ്നങ്ങളെ തകർത്ത് അവരുടെ തൊഴിൽ സ്വപ്നങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി ജീവിതകാലം മുഴുവൻ തൊഴിലന്വേഷകരായി അലയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? നമുക്കറിയാം, ഇവിടുത്തെ UPSC നോക്കുകുത്തിയായി മാറി. കഴിഞ്ഞ 10 വർഷമായി നിയമങ്ങൾ ഒന്നും നടത്താതെ ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലേക്ക് നിയമനങ്ങൾ
അതമ്പതിച്ചതിന്റെ കാരണം ആരാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി വിറ്റഴിച്ച് അവസാനത്തെ 5 വർഷം 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ തകർത്തതിന് പിന്നിൽ ആരാണ്? അതുപോലെ ലേബർ കോഡുകൾ നടപ്പാക്കി പ്രൈവറ്റ് മേഖലയിൽ പോലും ഒരു തൊഴിൽ സുരക്ഷയില്ലാതെ, ഒരു സ്ഥിരം തൊഴിലില്ലാത്ത തരത്തിലേക്ക് യുവജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള സ്വപ്നങ്ങളെ തകർത്തതിന് പിന്നിൽ ആരാണ്? അതന്വേഷിക്കാതെ പരമോന്നത നീതിപീഠം പറയുകയാണ് യുവജനങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, സോഷ്യൽ മീഡിയയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. എന്നിട്ടോ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് നിരോധിക്കുന്നത്. ആ തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാനല്ല ഭരണകൂടവും അന്വേഷണ ഏജൻസിയും നേതൃത്വം കൊടുത്തത്, മറിച്ച് സോഷ്യൽ മീഡിയ നിരോധിക്കുകയാണ്. ഇപ്പോഴിതാ സമരകേന്ദ്രം നിരോധിക്കുന്നു, സമരകേന്ദ്രം തച്ചു തകർക്കുന്നു, പന്തലുകൾ പൊളിച്ചു മാറ്റുന്നു, നിരാഹാര സമരം കിടക്കുന്നവരെ പുലർച്ചെ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി വീണ്ടും തടങ്കലിലേക്ക് ഇടുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങൾ സമരകേന്ദ്രം തകർത്താലും മാധ്യമങ്ങൾ കുറ്റകരമായി ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാതെ വരികയും ചെയ്താലും സമരങ്ങൾ തീരുന്നില്ല. സമരങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ചോദ്യങ്ങൾ ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കും. ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര ജനവിരുദ്ധരായി, ഭരണഘടനാ വിരുദ്ധരായി, അതുപോലെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചാലും ഈ രാജ്യത്ത് വിചാരണ കൂടാതെ ജയിലിൽ കിടക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് യുവജനങ്ങൾ ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇവർ ഭരണഘടനയ്ക്ക് പോലും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, മൗലിക അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, മതസ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. വർഗപരമായ ഉള്ളടക്കത്തോടെ എന്തും ചോദിച്ചു വാങ്ങാൻ ട്രേഡ് യൂണിയൻ അനുവാദം കൊടുക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ട്രേഡ് യൂണിയൻ നിയമത്തിനും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ തരത്തിൽ ചോദിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹിയാക്കി മാറ്റുമ്പോൾ ഈ സമരം ഡൽഹിയിലെ സമരകേന്ദ്രമാണ് തകർത്തിരിക്കുന്നതെങ്കിൽ രാജ്യം മുഴുവൻ സമരകേന്ദ്രമായി മാറുന്നു. മാധ്യമങ്ങൾ കുറ്റകരമായി ഇതിന്റെ യഥാർത്ഥ വസ്തുത റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുമ്പോൾ നമ്മളെല്ലാവരും മാധ്യമ പ്രവർത്തകരായി മാറുന്നു. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, അഴിമതികൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു, ജനവിരുദ്ധ നയങ്ങൾ കൃത്യമായി പൊളിച്ചടുക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഗവൺമെന്റ് ചെയ്യുന്ന ജനവിരുദ്ധ നയങ്ങൾക്കൊപ്പം തന്നെ നീതിപൂർവം ഇടപെടേണ്ട, കൃത്യമായി ജസ്റ്റിസ് ഉറപ്പുവരുത്തേണ്ട നീതിപീഠങ്ങൾ വരെ കുറ്റകരമായ മൗനം തുടരുമ്പോൾ, കൃത്യമായി നീതിബോധത്തോടെ ഇടപെടാതെ വരുമ്പോൾ, അതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഈ പോരാട്ടം വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടമായി വളരുവാൻ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന ഐതിഹാസികമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ഉജ്ജ്വലമായിട്ടുള്ള പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.